ഈസാ നബി അലൈഹിസ്സലാം അങ്ങ് വന്നു കഴിഞ്ഞാൽ ഫൈദാ നളറ ഇലൈഹി ദജ്ജാൽ, ദജ്ജാലിനെ ഫൈദാ നളറ ഇലൈഹി ദജ്ജാലു ദാബ കമാ യദൂബുൽ മിൽഹു ഫിൽ മാ. ഈസാ നബി എങ്ങാനും ദജ്ജാലിനെ ഒന്നങ്ങ് നോക്കുന്നതോടെ ദജ്ജാലങ്ങ് ഉരുകിത്തീരുന്ന പോലെയാകും. ഇതുപോലെ കമാ യദൂബുൽ മിൽഹു ഫിൽ മാ, വെള്ളത്തിലേക്ക് ഉപ്പിട്ട് കഴിഞ്ഞാൽ ഉപ്പങ്ങ് ലയിച്ച് വെള്ളത്തിൽ ലയിക്കുന്ന പോലെ ദജ്ജാലങ്ങ് ഇല്ലാതെയായി പോവും. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഞാൻ സുഹൃത്തുക്കളെ ഈ സന്ദർഭങ്ങളൊക്കെ ഒന്ന് ചുരുക്കി പറഞ്ഞത്, മുസ്ലിമീങ്ങളായ നമുക്ക് നമ്മുടെ വിശ്വാസകാര്യങ്ങൾ അറിയണം, നമ്മുടെ ആദർശം എന്തെന്നറിയണം, നമ്മുടെ മതത്തിന്റെ ചട്ടക്കൂടുകൾ ബോധ്യപ്പെടണം. അതില്ലെങ്കിലാണ് മറ്റു മതസ്ഥരെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി പിൻപറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ക്രൈസ്തവരായ ആളുകൾ ചെയ്യുന്നത് എന്താ? പഠിക്കാൻ വേണ്ടി പറയാ, ഈസാ നബി അലൈഹിസ്സലാമിനെ അവർ ആരാധിക്കുന്നു. സംശയമില്ല, ഈസാ നബി അലൈഹിസ്സലാം ദൈവത്തിന്റെ പുത്രനാണെന്ന് വാദിക്കുന്നു. ത്രിയേകത്വം എന്ന പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന തത്വത്തിൽ ഒന്നായിക്കൊണ്ട് അതിനെ വാദിക്കുന്നു. ദൈവപുത്രനാണെന്നുള്ള വാദം മാത്രം മതി. അല്ലാഹുക്ക് ഇത്രയും ദേഷ്യമുള്ള കാര്യമില്ല. സൂറത്ത് മറിയമിൽ പറയാ, വഖാലു ഇത്തഖദർ റഹ്മാനു വലദാ, അവര് പറയാൻ തുടങ്ങി റഹ്മാനായ റബ്ബ് മക്കളെ സ്വീകരിച്ചിട്ടുണ്ട്, റഹ്മാനായ റബ്ബിന് സന്താനുണ്ട്. ആ വാക്ക് ലഖദ് ജിഅ്തും ശൈഅൻ നിദ്ദാ, ക്രോധമുണ്ടാക്കുന്ന, ദേഷ്യമുണ്ടാക്കുന്ന, അങ്ങേയറ്റത്തെ പ്രയാസം ഉണ്ടാക്കുന്ന വാദമാണത്. അല്ലാഹു പറയാണ്, ആകാശം പൊട്ടി വീഴാൻ മാത്രം ദേഷ്യമുള്ള കാര്യമാണ്. ഭൂമി പിളരാൻ മാത്രം ദേഷ്യമുള്ളതാ. ഉരുകിത്തീരാത്ത, പൊട്ടിത്തീരാത്ത പർവ്വതം വരെ തകർന്ന് തരിപ്പണമാകാൻ മാത്രം ദേഷ്യമുണ്ടാക്കുന്ന വാക്കാണത്. ഇത് പറയരുത്. അള്ളാന്റെ പേരിൽ ആ വാദം നിങ്ങൾ ഉന്നയിക്കരുത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ ചരിത്രകരമായ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ജീവിക്കേണ്ടവരാണ് വിശ്വാസികളെങ്കിൽ. ക്രിസ്മസ് എന്ന് പറയുന്ന ആഘോഷം നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഈ സംസാരിക്കുന്നത് പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇതൊരിക്കലും മതവിദ്വേഷമല്ല, മതസൗഹാർദ്ദത്തിനെതിരുമല്ല, മറിച്ച് മതം ഒന്ന് പഠിക്കേണ്ടതുണ്ട്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ദൈവമായി, ദൈവപുത്രനായി സ്വീകരിച്ചുകൊണ്ട് നടക്കുന്ന ആഘോഷമാണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ആ മതത്തിന്റെ ആളുകൾ നല്ല പ്രത്യേകമായ കേക്കുകൾ മുറിക്കുന്നു, സുന്ദരമായ പുൽക്കൂടുകൾ ഒരുക്കി വെക്കുന്നു, വീടുകളിൽ സ്റ്റാറുകൾ കെട്ടിത്തൂക്കുന്നു, രാത്രി സമയങ്ങളിൽ വന്ന് കരോളും പാട്ടും ഡാൻസും ഒക്കെയായി അവരതിന്റെ ഒരു ആഘോഷത്തിന്റെ ത്രില്ലിലാണ്. ശരി, അതവരുടെ മതമാണ്, അവരുടെ വിശ്വാസമാണ്. ഖേദകരമെന്ന് പറയട്ടെ, ഞാനും നിങ്ങളും അടങ്ങുന്ന മുസ്ലിങ്ങൾ ഈ വാദത്തോട് കുടപിടിക്കുന്ന, ഈ വാദത്തിന് പിന്തുണക്കുന്ന അതേ അവസ്ഥയല്ലേ വീടുകളിൽ സ്റ്റാറുകൾ കെട്ടിത്തൂക്കി അവരോട് സമരസപ്പെട്ടു. പ്രത്യേകമായ കേക്കുകളും പരിപാടികളും ഉണ്ടാക്കിയിട്ട് അതിൻ്റെതായ ഉത്സവങ്ങൾ തുടങ്ങി. സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ എല്ലാവർക്കും നല്ല ആശംസകൾ, നല്ല അടിപൊളി സ്റ്റിക്കറൊക്കെ ഉണ്ടാക്കി അയച്ചു തുടങ്ങി. ഇതൊക്കെ ഒരു മുസ്ലിമിന് പറ്റുമോ? ഇതൊരു രാജ്യത്തിന്റെ, ഒരു നാടിന്റെ ആഘോഷമല്ല, ഇതൊരു മതത്തിന്റെ വിശ്വാസത്തിൽ നിന്ന് വരുന്നതല്ലേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ തശബ്ബഹ ബിഖൗം ഫഹുവ മിൻഹും, ആര് ഏതൊരു ഖൗമിനോട് സാദൃശ്യപ്പെട്ടു പോകുന്നുണ്ടോ അവൻ അവരിൽപ്പെട്ടവനായി മാറും. ആ വേഷവും ആ കോലം സ്വീകരിച്ചും അതിനോട് സമരസപ്പെട്ടു പോകുന്ന അടയാളങ്ങളൊക്കെ നമ്മളും കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതന്നെയാണ്, നമ്മൾ അവരിൽ പോലെ തന്നെയാണ്. പുതിയ തലമുറ ആഘോഷിക്കാൻ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ കാത്തിരിക്കണം. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എറണാകുളത്ത് ഹാവോലിൻ എന്ന് പറയുന്ന ഒരു ആഘോഷം നടന്നു. എന്തിനാണത്രേ? യക്ഷികളുടെ ആഘോഷ ദിവസം. യക്ഷികളുടെ ആഘോഷം വരെ കേരളത്തിൽ ആഘോഷമാക്കി തുടങ്ങി. എല്ലാ ആഘോഷത്തിന്റെയും പിന്നിൽ ത്രസിപ്പിക്കുന്ന എന്തൊക്കെയുണ്ടെന്ന് എല്ലാവരും ചിന്തിക്കുക. നമ്മുടെ തൊട്ടടുത്ത പരിസരത്ത് മമ്പറത്തല്ലേ സുഹൃത്തുക്കളെ, 18 തികയാത്ത മക്കള് ജീപ്പ് ഓടിച്ച് റൈസിംഗ് നടത്തിയിട്ട് ജീവൻ പൊലിയാൻ മാത്രം ഭീതി ഉണ്ടാക്കുന്ന രൂപത്തിൽ വാഹനം ഓടിച്ചത് നമ്മുടെ ജില്ലയിൽ, നമ്മുടെ പരിസരത്തല്ലേ. സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, അള്ളാഹുവിന്റെ ദീൻ ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കുമ്പോ അത് വളരെ സുന്ദരമായ പ്രകൃതിയോടും രാജ്യത്തോടും ലോകത്തോടും നീതിയായി ഓരോന്ന് പഠിപ്പിക്കുന്നു. അതിനെതിരായി എന്തൊക്കെ നടന്നാലും അതിൽ അപകടങ്ങളുണ്ട്, അതിൽ വലിയ തരത്തിലുള്ള മോശത്തരങ്ങൾ സംഭവിക്കാനുള്ള അടയാളങ്ങൾ അതിലുള്ളത് കൊണ്ട് തന്നെയാണ് അലിമുൽ ഗൈബായ അദൃശ്യമെല്ലാം അറിയുന്ന, ഭാവി അറിയുന്ന, ഭൂതമറിയുന്ന, എല്ലാ കാലവും അറിയുന്ന അള്ളാഹുവാണ്
ദീനിന്റെ നിയമങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. അതൊന്ന് മനസ്സിലാക്കുക, അത് പഠിക്കുക. വേറിട്ട് നിൽക്കേണ്ടിടത്ത് വേറിട്ട് നിൽക്കാൻ, മനുഷ്യരെന്ന നിലക്ക് മതം നോക്കാതെ സ്നേഹിക്കേണ്ടിടത്ത് സ്നേഹിക്കാൻ, ഐക്യപ്പെടേണ്ടിടത്ത് ഐക്യപ്പെടാൻ, അതേപോലെ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവാൻ ഒരു വിശ്വാസിക്കും ഒരു തടസ്സവുമില്ല. പക്ഷേ തന്റെ മതത്തെ വിറ്റുകൊടുത്ത് തന്റെ മതത്തിന്റെ മൂല്യങ്ങളെ മുഴുവൻ കാറ്റിൽ പറത്തി ഞാനൊരു സൗഹാർദ്ദക്കാരനാണെന്ന് കാണിക്കാൻ ഒരു നിലക്കും ഇത്തരത്തിലുള്ള വീഴ്ചകൾ നമ്മുടെ പക്കൽ നിന്ന് സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹുവിന്റെ കോപമുണ്ടാക്കുന്ന, അള്ളാഹുവിന്റെ ശാപമുണ്ടാക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ അള്ളാഹു നമുക്ക് സന്മനസ്സും ഈമാനും കരുത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ.